ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റ് ആണ്. ശരിക്കും നാടൻ രീതിയിലാണ് ഈ ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ബീഫ് കുറച്ച് മസാല ചേർത്തിട്ട് ഒരു 75% വേവിച്ചെടുക്കണം. അതിനായിട്ട് 1.5 കിലോ ബീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഉപ്പും വിനാഗിരിയൊക്കെ ചേർത്ത് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത്, കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചേ നമ്മളിപ്പോൾ ചേർക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ മസാല വഴറ്റുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ നമ്മുടെ ബീഫ് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ബീഫ് തിളച്ച് വരുമ്പോൾ വെള്ളം ഇറങ്ങി വന്നോളും. അതിൽ കിടന്നിട്ട് ബീഫ് വെന്ത് വന്നോളും. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു 75% വേവിച്ചെടുക്കാം. ബീഫ് ഞാൻ കുക്കറിലിട്ടിട്ട് 4 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം. ഒരു ഉരുളി ഞാൻ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ്. ഇനി പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് രമ്പേല ചേർത്ത് കൊടുക്കുന്നുണ്ട്. രമ്പേല അല്ലാന്നുണ്ടെങ്കിൽ വഴനയില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് രമ്പേല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കട്ടോ. നല്ലൊരു കൊതിപ്പിക്കുന്ന ഒരു മണമായിരിക്കും. തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇതുപോലെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 4 സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അളവുകളാണ് ഈ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ചേർത്ത സാധനങ്ങളെല്ലാം നന്നായിട്ട് മൂത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മസാല നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ബീഫ് മസാല എന്നിവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടായില്ല. പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യം വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ആ മസാലയൊക്കെ ബീഫിൽ പിടിച്ച് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി നെയ്യൊക്കെ തിരിഞ്ഞ് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മതി. ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. തലപ്പാലാണ് എടുത്തിരിക്കുന്നത്. അധികമൊന്നും വേണ്ട, ഒരു 1.5 ടേബിൾ സ്പൂൺ മതി. ഈ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടി ആ ഗ്രേവിയിലോട്ട് വരുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഞാൻ പറയുന്നത് പോലെയല്ല, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ എത്ര ടേസ്റ്റിയാണെന്ന്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ബീഫിന് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കൂടാനായിട്ട് കുറച്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കി നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്